Hello everyone. നമ്മൾ ഇന്ന് സ്ട്രിംഗ് പ്രോഗ്രാംസ് കണ്ടിന്യൂ ചെയ്യും. അഗൈൻ ഒരു വീഡിയോ കൂടി ഉണ്ടാവും. സോ ഇതിൽ വന്നിട്ട് ഫസ്റ്റ് പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ കൗണ്ട് ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ എ സ്ട്രിംഗ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മളൊരു സ്ട്രിംഗ് വാങ്ങാം. സോ അതിന് നമ്മളൊരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യണം. str of 100 എന്നിട്ട് scanfൽ %s, str. ഓക്കെ, ഇപ്പോൾ സ്ട്രിങ് വാങ്ങിയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ലൂപ്പ് വേരിയബിൾ വേണം. i is equal to 0, പിന്നെ കൗണ്ടും എത്ര വേർഡ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ. കൗണ്ട് is equal to 1 എന്ന് ഇനീഷ്യലൈസ് ചെയ്യണം. എന്തുകൊണ്ടാണ് 1 എന്ന് ഇനീഷ്യലൈസ് ചെയ്യണമെന്ന് വെച്ചാൽ വൈൽ ലൂപ്പിൽ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വേർഡ് കൗണ്ട് ചെയ്യാതെ നെക്സ്റ്റ് വേർഡ് തൊട്ടേ കൗണ്ട് ചെയ്യുള്ളൂ. സോ ഫസ്റ്റ് വേർഡിൽ തുടങ്ങി ലാസ്റ്റ് വേർഡ് വരയ്ക്കല്ലേ കൗണ്ട് ചെയ്യുള്ളൂ. സോ ഫസ്റ്റ് വേർഡ് നമ്മൾ മിസ്സാക്കാൻ പാടില്ല. അതുകൊണ്ട് കൗണ്ട് is equal to 1 എന്ന് കൊടുക്കും. ഇപ്പോൾ വൈൽ ലൂപ്പ് യൂസ് ചെയ്യാം. സോ വൈൽ ഓഫ് str of I not equal to /0. നൾ ക്യാരക്ടർ വരയ്ക്കും. ഓരോ ക്യാരക്ടറും ചെക്ക് ചെയ്തിട്ട് പോകും, ഓരോ വേർഡ്സും ചെക്ക് ചെയ്തിട്ട് പോകും. സോ str of I വന്നിട്ട് നൾ ക്യാരക്ടർ അല്ലാത്ത ഇരിക്കുമ്പോൾ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ആകും. സപ്പോസ് നൾ ക്യാരക്ടർ മീറ്റ് ചെയ്തു എന്ന് വെച്ചാൽ വൈൽ ലൂപ്പ് എക്സിറ്റ് ആകും. സോ വൈൽ ദാറ്റ് str of I not equal to null നമ്മൾ ചെക്ക് ചെയ്യും. ഇഫ് str of I ഈക്വൽ ടു സ്പേസ് വന്നാൽ, നമുക്ക് ഇപ്പോൾ ഒരു വേർഡ് കൗണ്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു സ്പേസ് വന്നാൽ ഒരു വേർഡ് കഴിഞ്ഞു എന്നർത്ഥം, അല്ലെങ്കിൽ ഒരു ന്യൂ ലൈൻ വന്നാൽ ഒരു വേർഡ് കഴിഞ്ഞു എന്നർത്ഥം, ആ സെൻറ്റൻസ് എൻഡായി. ഇല്ലെങ്കിൽ ഒരു ടാബ് സ്പേസ് വന്നെന്ന് വെച്ചാൽ ഒരു വേർഡ് കഴിഞ്ഞു എന്നർത്ഥമാണല്ലേ. സോ നമ്മൾ 3 കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. ആ ക്യാരക്ടർ വന്നിട്ട്, ആ പർട്ടിക്കുലർ ക്യാരക്ടർ വന്നിട്ട് സ്പേസ് വൈറ്റ് സ്പേസ് ആണോ, അല്ലെങ്കിൽ ഓർ str of I ഈക്വൽ ടു ന്യൂ ലൈൻ, or str of I equal to /t ടാബ് സ്പേസ് ആണെങ്കിലും that will be a new word അല്ലേ. സോ അതുകൊണ്ട് അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ നമ്മൾ കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇവിടെ i++ കൊടുക്കണം. ഇഫ് കണ്ടീഷൻ കഴിഞ്ഞിട്ട് i++. അപ്പോൾ അടുത്ത ക്യാരക്ടറോട്ട് പോകും. എന്നിട്ട് ഇവിടെ പ്രിൻറ്റ് ചെയ്യാം. സോ printf %d is the count. സോ കൗണ്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്യണം. ഇവിടെ സ്ട്രിങ് വാങ്ങുമ്പോൾ നമ്മൾ ഒരു വേർഡ് അല്ലല്ലോ വാങ്ങാൻ പോകണം. സോ നമ്മൾ ഒരു സെൻറ്റൻസ് വാങ്ങാനുള്ള ആ റെഗുലർ എക്സ്പ്രഷൻ നമ്മൾ കൊടുക്കണം. സോ അതെന്താണെന്ന് വെച്ചാൽ ഓപ്പൺ ബ്രേസ്, ക്ലോസ് ബ്രേസ്, സ്ക്വയർ ബ്രേസസ് ഇട്ടിട്ട് പവർ സിമ്പിൾ /n. ഓക്കെ, ഈ എക്സ്പ്രഷൻ കൊടുത്താലേ നമുക്കൊരു സെൻറ്റൻസ് വാങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. യെസ്, ഇപ്പോൾ ദിസ് ഈസ് മൈ നെയിം, 4 is the count. Yes, 4 words ഉണ്ട്. So 4 is the count എന്ന് പ്രിന്റ് ആയി. സോ നെക്സ്റ്റ് പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ പ്രിന്റ് എ പർട്ടിക്കുലർ സബ്സ്ട്രിങ് ഫ്രം എ ഗിവൻ സ്ട്രിങ്. സോ ഒരു സെൻറ്റൻസ് വാങ്ങും. ആ സെൻറ്റൻസിന് വന്നിട്ട് നമ്മൾ ഒരു പൊസിഷൻ കൊടുക്കും. ഏത് പൊസിഷൻ ടു ഏത് പൊസിഷൻ വരയ്ക്കാണ് നമ്മൾ സബ്സ്ട്രിങ് വേണ്ടത് എന്നുള്ളത് ലിമിറ്റ് കൊടുക്കും. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുത്തിട്ട് ആ പർട്ടിക്കുലർ സ്ട്രിങ്ങിനെ എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ പ്രിന്റ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് സ്ട്രിങ് വാങ്ങണം. char str of 100 scanf percentage open brace close brace power /n okay s str സ്ട്രിങ് വാങ്ങി. ഇപ്പോൾ ഇത് കോപ്പി ചെയ്യാൻ, അതായത് ഈ എക്സ്ട്രാക്ട് ചെയ്ത സബ്സ്ട്രിങ്ങിനെ കോപ്പി ചെയ്യണമല്ലോ. സോ അതിന് വന്നിട്ട് s എന്നൊരു സ്ട്രിങ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ലോവർ ലിമിറ്റ് വാങ്ങാം. സോ അതിന് ലോവർ ലിമിറ്റ് ഈക്വൽ ടു 0, അപ്പർ ലിമിറ്റ് ഈക്വൽ ടു 0 രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ട് നമ്മൾ യൂസറിൻ്റെ നിന്ന് വാങ്ങാം. സോ scanf %d %l %u. ഓക്കെ, ആ രണ്ട് വാല്യൂസും വാങ്ങി. ഇപ്പോൾ നമ്മൾ ഇനി വാങ്ങേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏത് പൊസിഷനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യണം, ആ സബ്സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്തായിരിക്കണം, ഈ രണ്ട് കാര്യം നമ്മൾ വാങ്ങണം. സോ പൊസിഷൻ പറഞ്ഞിട്ടൊരു വേരിയബിൾ നമ്മൾ കൊടുക്കാം, പ്ലസ് ലെങ്ത് ഓഫ് ദി സബ്സ്ട്രിങ്. സോ ഇത് യൂസറിൻ്റെ നിന്ന് വാങ്ങും. printf enter പൊസിഷൻ എന്താണ് ലെങ്ത് ഓഫ് ദി സബ്സ്ട്രിങ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് സ്കാനഫിൽ വാങ്ങാം. സോ scanf
percentage d comma ampersand position comma ampersand len. ഓക്കെ, ഇത് രണ്ടും വാങ്ങി. ഇപ്പോൾ നമ്മൾ ഒരു കൗണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. കൗണ്ട് വേരിയബിൾ c is equal to 0 എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ while ലൂപ്പ് യൂസ് ചെയ്യാം. while വന്നിട്ട് while count is less than the length of the substring. കൗണ്ട് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യും, 0 to that length വരയ്ക്കാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് പോകാൻ പോകുന്നത്. സോ ഇപ്പോൾ ഒരു വേർഡിൻ്റെ സബ്സ്ട്രിങ്ങിൻ്റെ ലെങ്ത് വന്നിട്ട് 4 ആണെങ്കിൽ 0 1 2 3 ഈ 4 പ്രാവശ്യം ഈ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് ഓരോ ലെറ്റർ ആയിട്ട് അത് എടുക്കും. ഓക്കെ, എടുത്തിട്ട് നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ക്യാരക്ടർ അറേയിൽ പോയി സ്റ്റോർ ആയിട്ട് അതൊരു സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യും. സോ s of c ഈക്വൽ ടു str of എങ്ങനെയാണ് നമ്മൾ ആ സ്ട്രിങ്ങിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ പൊസിഷൻ പ്ലസ് c മൈനസ് 1. ഓക്കെ, എന്നിട്ട് കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. സോ അടുത്ത രണ്ടാമത്തെ പൊസിഷനിലോട്ട് പോകും. ഏതിൽ? ഈ എസ് പറഞ്ഞ വേരിയബിൾ രണ്ടാമത്തെ പൊസിഷനിലോട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ സ്റ്റോർ ചെയ്യും. എന്നിട്ട് നമ്മൾ എൻഡ് ഓഫ് ദ സ്ട്രിങ് എങ്ങനെ മാർക്ക് ചെയ്യാന്ന് വെച്ചാൽ എസ് ഓഫ് സി ഈക്വൽ ടു, അതായത് ലൂപ്പ് കഴിഞ്ഞിട്ട് എല്ലാം സ്റ്റോർ ചെയ്ത് നമുക്ക് വേണ്ട സബ്സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ /0 പറഞ്ഞ നൾ വാല്യൂ കൊടുക്കും. ഓക്കെ, എന്നാലേ എൻഡ് ഓഫ് ദ സ്ട്രിങ് അവിടെ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്യാം. സോ printf %s, s is the substring. ഓക്കെ, ഇപ്പോൾ ഒരു സ്ട്രിങ് എൻ്റർ ചെയ്യാം. find the answer from the following. ഓക്കെ, ഇപ്പോൾ പൊസിഷൻ വന്നിട്ട് ഞാനിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യേണ്ട സബ്സ്ട്രിങ് വന്നിട്ട് ഇപ്പോൾ ആൻസർ ആണെന്ന് വെക്കാം. അപ്പോൾ എൻ്റെ പൊസിഷൻ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ 1 2 3 4 5 6 7 8 9 10. സോ 10th പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ലെങ്ത് വന്നിട്ട് 6. സോ ആൻസർ ഇസ് ദി സബ്സ്ട്രിങ്. അത് പ്രിൻ്റ് ആയി. ഇപ്പോൾ ഈ കണ്ടീഷൻ എങ്ങനെ ഇവിടെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, സോ ഇപ്പോൾ പൊസിഷൻ 10ഉം len. ഓക്കെ, സോ ഇതാണ് നമ്മൾ കൊടുത്ത സ്ട്രിങ്. അതിൽ പൊസിഷൻ വന്നിട്ട് 10ഉം ലെങ്ത് ഓഫ് ദി പർട്ടിക്കുലർ സബ്സ്ട്രിങ് വന്നിട്ട് 6ഉം ആണ്. ഓക്കെ, ഇപ്പോൾ എസ് ഓഫ് സിയിൽ വന്നിട്ട് വൈൽ സി ഇസ് ലെസ് ദാൻ ലെങ്ത് ആണെങ്കിൽ, അതായത് 0 ഇസ് ലെസ് ദാൻ ലെങ്ത് എന്ന് വെച്ചാൽ 6, സോ 6 ടൈംസ് റൺ ആകും. അങ്ങനെയാണെങ്കിൽ എസ് ഓഫ് സിയിൽ എസ് ഓഫ് 0യിൽ വന്നിട്ട് എന്ത് സ്റ്റോർ ആകുമെന്ന് വെച്ചാൽ str ഓഫ് പൊസിഷൻ വന്നിട്ട് 10. ഓക്കെ, പ്ലസ് സി വന്നിട്ട് 0 മൈനസ് 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? str ഓഫ് 9 കിട്ടും. സോ str ഓഫ് 9 എന്താ? str സ്ട്രിങ്ങിൽ നോക്കുമ്പോൾ 0 1 2 3 4 5 6 7 8 9 9 എന്ന് വെച്ചാൽ എ ആണ്. സോ എ വന്നിട്ട് എസ് ഓഫ് 0യിൽ വന്നിട്ട് സ്റ്റോർ ആകും. ഓക്കെ, ഇതേപോലെ എസ് ഓഫ് 1ൽ എന്താവുമെന്ന് വെച്ചാൽ str ഓഫ് പൊസിഷൻ വന്നിട്ട് 10 ആണ്, പ്ലസ് ഇവിടെ 1 മൈനസ് 1. അപ്പോൾ str ഓഫ് 10 വന്നിട്ട് ഇതിൽ സ്റ്റോർ ആകും. സോ 10 എന്ന് വെച്ചാൽ n. സോ അത് സ്റ്റോർ ആകും. ഇങ്ങനെ പോയിട്ട് സോ നമ്മളിപ്പോൾ പൊസിഷൻ വന്നിട്ട് ഇൻ ടേംസ് ഓഫ് 0 വാങ്ങാത്ത കാരണം നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. അതായത് ജനറലി ഒരു സ്ട്രിങ്ങിൽ നമ്മൾ ഓരോ ലെറ്റർ ഫൈൻഡ് ചെയ്യുമ്പോൾ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും, 1 2 3. ബട്ട് ലൂപ്പിൽ വരുമ്പോൾ 0th പൊസിഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ ആ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നത്. അതായത് പൊസിഷൻ പ്ലസ് ദ കൗണ്ട് വേരിയബിൾ മൈനസ് 1. കൗണ്ട് എന്ന് വെച്ചാൽ ലൂപ്പ് വേരിയബിൾ, ലൂപ്പിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ വേരിയബിൾ മൈനസ് 1. സോ ഒരു പൊസിഷൻ എക്സ്ട്രാ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്, ബട്ട് പ്രോഗ്രാമിംഗ് വൈസ് നോക്കുമ്പോൾ അതിനെ -1 ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പൊസിഷൻ കണ്ടുപിടിച്ച് അതിനെ ഏത് കൗണ്ട് വേരിയബിളിൻ്റെ കൂടെ ആഡ് ചെയ്ത് അതിൽ നിന്ന് -1 ചെയ്താൽ നമുക്ക് കറക്റ്റായി ഇൻ ടേംസ് ഓഫ് പ്രോഗ്രാമിംഗിൽ എന്ത് പൊസിഷൻ വരുമോ ആ പൊസിഷൻ നമുക്ക് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ ചെക്ക് ഇഫ് എ സബ്സ്ട്രിങ് ഇസ് പ്രസൻറ്റ് ഇൻ ദ ഗിവൻ സ്ട്രിങ്. ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നമ്മളിവിടെ എക്സ്ട്രാക്ട് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് ഇവിടെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ആദ്യം സ്ട്രിങ് വാങ്ങണം. char s of 100 കമ ഓക്കെ ഇവിടെ
str of 100 comma s of 100. Okay, ഇപ്പോൾ scanf percentage open brace power /n s comma str. Okay, string വാങ്ങി. ഇപ്പോൾ സെർച്ച് ചെയ്യാൻ പോണ സ്ട്രിങ് വാങ്ങണം. സോ printf enter substring. എന്നിട്ട് scanf percentage s, അതൊരു വേർഡ് അല്ലേ ഉള്ളൂ, സോ പെർസെൻറ്റേജ് എസ് കൊടുത്താലേ മതി. കമ ഇല്ല, സബ്സ്ട്രിങ് മീൻസ് നമ്മൾ മോർ ദാൻ വൺ വേർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇത് യൂസ് ചെയ്യണം. ഇല്ല, ഞാനിപ്പോൾ ഇവിടെ ഒരു വേർഡേ കൊടുക്കുന്നുള്ളൂ, സോ അതുകൊണ്ട് പെർസെൻറ്റേജ് എസ് കൊടുക്കാം. എന്നിട്ട് എസിൽ സ്റ്റോർ ചെയ്യാം. if str of str comma s ഓക്കെ ഈക്വൽ ടു നൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നോ. ഇപ്പം ഞാനിവിടെ str പറഞ്ഞൊരു ഫംഗ്ഷൻ, ലൈബ്രറി ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഒരു സബ്സ്ട്രിങ് വന്നിട്ട് ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിൽ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. സോ ഇപ്പോൾ എന്ത് ചെയ്യും? str എന്ന് വെച്ചാൽ ഈ strൽ വന്നിട്ട് എസ് ഉണ്ടോ, ഫസ്റ്റ് അക്കറൻസ് ഓഫ് എസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് റിട്ടേൺ ചെയ്യും. അതിൻ്റെ അത് വന്നിട്ട് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് ഇഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു നള്ളാണെങ്കിൽ ഇല്ല എന്നർത്ഥം, അല്ലെങ്കിൽ നൾ അല്ലെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ ദാറ്റ് പോയിന്റർ. അപ്പോൾ നമ്മൾ യെസ് എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, സോ അതിനാണ് str ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ ദിസ് ഈസ് മൈ നെയിം. ഓക്കെ, സബ്സ്ട്രിങ് വന്നിട്ട് നെയിം എന്ന് കൊടുക്കാം, യെസ് എന്ന് പ്രിന്റ് ചെയ്തു ഉണ്ട്. അപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ഇല്ലാത്ത സ്ട്രിങ് കൊടുക്കാം. ദിസ് ഈസ് മൈ നെയിം ഹലോ, അപ്പോൾ നോ എന്ന് പ്രിന്റ് ആയി. ഓക്കെ, ഇപ്പോൾ അടുത്ത പ്രോഗ്രാം വന്നിട്ട് റീപ്ലേസ് സ്പേസ് വിത്ത് എ ക്യാരക്ടർ. ഏതെങ്കിലും ഒരു വലിയ സ്ട്രിങ് ഉണ്ടെന്ന് വയ്ക്കാം, ഒരു സെൻറ്റൻസ് ഉണ്ട്, അതിൽ നടുവിൽ സ്പേസ് ഉണ്ടാവുമല്ലോ, വൈറ്റ് സ്പേസ്, അതിനെയൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ വെച്ച് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, നമ്മൾ സ്ട്രിങ് വാങ്ങി. എന്നിട്ട് ഐ വേരിയബിൾ വന്ന് ഫോർ ലൂപ്പിനും പിന്നെ ലെങ്ത് വേരിയബിൾ വന്നിട്ട് strlen of str. ഓക്കെ, ലെങ്ത് കണ്ടുപിടിക്കാം. ഇപ്പോൾ ക്യാരക്ടർ എന്താണെന്നുള്ളത് നമ്മൾ യൂസറിൻ്റെ തന്നെ വാങ്ങാം. സോ char ch എന്ത് ക്യാരക്ടറാണ് കൊടുക്കാൻ പോകണമെന്നുള്ളത്. സോ printf enter the character. ഓക്കെ, എന്നിട്ട് scanf percentage c %ch അതും വാങ്ങി. ഇപ്പോൾ ഒരു കൗണ്ട് വേരിയബിൾ വേണം. സോ c is equal to 0. എന്നിട്ട് വൈൽ ലൂപ്പ് യൂസ് ചെയ്യാം. സോ വൈൽ str of c till the end വരയ്ക്കും, അത് എക്സിക്യൂട്ട് ആകും. നമ്മൾ ചെക്ക് ചെയ്യണം. സോ ചെക്ക് ചെയ്യാൻ വന്നിട്ട് നമുക്ക് ഇന്നൊരു ക്യാരക്ടർ വേരിയബിൾ വേണം. സോ wch എന്ന് വെച്ചാൽ വൈറ്റ് സ്പേസ് ക്യാരക്ടർ എന്താണെന്ന് നോക്കാം. സോ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം. സോ wch വന്നിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ക്യാരക്ടർ നമ്മൾ എൻ്റർ ചെയ്യും. സോ str of c എന്നുള്ളത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നിട്ട് ഇത് ചെക്ക് ചെയ്യും. സോ if wch ഈക്വൽ ടു സ്പേസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? wch ഈക്വൽ ടു ch, അതായത് ആ സ്പേസിനെ നമ്മൾ ക്യാരക്ടർ കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യണം. printf %c wch എന്നിട്ട് c++ ചെയ്യും. ഓക്കെ, എന്താണ് നമ്മൾ printf വെളിയിൽ കൊടുക്കണമെന്ന് വെച്ചാൽ സപ്പോസ് wch വന്നിട്ട് സ്പേസ് അല്ലെങ്കിൽ ആ ഉള്ള ക്യാരക്ടറിനെ അങ്ങനെ ഡിസ്പ്ലേ ചെയ്യും. സോ അത് കുഴപ്പമില്ല. സോ അതൊന്നും നമ്മൾ വെളിയിൽ കൊടുക്കും. പിന്നെ ഒരു കാര്യം നമ്മൾ മറക്കരുത്, ക്യാരക്ടർ കഴിഞ്ഞിട്ട്, അതായത് ഒരു സ്ട്രിങ് കഴിഞ്ഞ് നമ്മൾ ക്യാരക്ടർ വാങ്ങുമ്പോൾ /n കൊടുക്കണം, ന്യൂ ലൈനിൽ വാങ്ങണം, അല്ലെങ്കിൽ അവിടുത്തെ വൈറ്റ് സ്പേസ് അല്ലെങ്കിൽ /0 വന്നിട്ട് ഈ ക്യാരക്ടറായിട്ട് കൺസിഡർ ചെയ്യും. സോ അവിടെ /n കൊടുക്കണം. എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ ദിസ് ഈസ് മൈ നെയിം. ഇപ്പോൾ സ്ട്രിങ് എൻ്റർ ചെയ്തു, ക്യാരക്ടർ ചോദിക്കണം. നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഹാഷാണ് കൊടുക്കണമെന്ന് വെച്ചാൽ ഈ സ്പേസ് ഒക്കെ വന്നിട്ട് ഹാഷ് കൊണ്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, അടുത്തത് റീപ്ലേസ് ലോവർ കേസ് സ്ട്രിങ് ബൈ അപ്പർ കേസ് ആൻഡ് വൈസ് വേഴ്സ. സോ ലോവർ കേസിലാണെങ്കിൽ അപ്പർ കേസ് ആയിട്ട് മാറ്റണം, അപ്പർ കേസിലാണെങ്കിൽ ലോവർ കേസ് ആയിട്ട് മാറ്റണം. സ്ട്രിങ് വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. സോ len ഈക്വൽ ടു strlen of str. ലെങ്ത് കണ്ടുപിടിച്ചിട്ട്
int I is equal to 0 ഒരു ലൂപ്പ് വേരിയബിൾ നമുക്ക് വേണം. ഓക്കെ, ഇപ്പോൾ for I is equal to 0 I less than length I plus plus. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലൂപ്പിൽ എൻട്രി ചെയ്യണം. സോ ഇപ്പോൾ ഒരു ഇൻറ്റീജർ വേരിയബിൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ചെക്ക് ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ വെറും ചെക്ക് ഇനിഷ്യലൈസ് ചെയ്യേണ്ട ആ വേരിയബിൾ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. സോ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ഹെഡർ ഫയൽ വേണം. ഹാഷ് ഇൻക്ലൂഡ് ctype.h. ഈ ഹെഡർ ഫയൽ യൂസ് ചെയ്ത് നമുക്ക് ടു ലോവർ ടു അപ്പർ അതേപോലെ ഇസ് ലോവർ ഇസ് അപ്പർ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ചെക്ക് പറഞ്ഞ വേരിയബിൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. എങ്ങനെ ചെക്ക് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ടേർണറി ഓപ്പറേറ്റർ യൂസ് ചെയ്യും. സോ ഇസ് ലോവർ ആണെന്ന് ചെക്ക് ചെയ്യും. സോ ഇസ് ലോവർ ഓഫ് str of I ഇത് ട്രൂ ആണെങ്കിൽ അപ്പറിലോട്ട് കൺവേർട്ട് ചെയ്യും. സോ ടു അപ്പർ ഓഫ് str of I. ഓക്കെ, അതല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് അപ്പർ ടു ലോവറിലോട്ട് മാറ്റും. സോ ടു ലോവർ ഓഫ് str of I. ഓക്കെ, സോ ഞാനിവിടെ ഇപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചെക്ക് പറഞ്ഞ വേരിയബിൾ വന്നിട്ട് നമ്മൾ ഇൻറ്റീജറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻറ്റീജർ അല്ല, അത് ക്യാരക്ടറിൽ കൊടുക്കണം. ബിക്കോസ് നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ വന്നിട്ട് ക്യാരക്ടർ ആണല്ലോ. ടു അപ്പറിലോട്ട് str of I മാറ്റിയിട്ട് അതിനെ നമ്മൾ ചെക്ക് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യണം. സോ അത് ക്യാരക്ടറായ കാരണം ഇതും ക്യാരക്ടറിലിരിക്കണം. സോ ഇഫ് ഇറ്റ് ഈസ് ലോവർ ആണെങ്കിൽ അതിനെ അപ്പറിലോട്ട് മാറ്റും, അല്ലെങ്കിൽ അതിനെ ലോവറിലോട്ട് മാറ്റിയിട്ട് ഈ ചെക്ക് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യും, എന്നിട്ട് അതിനെ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ ദിസ് ഈസ് മൈ place and I like to live here. സോ ഇവിടെ ഇതൊക്കെ സ്മോൾ ആയിരുന്നു, അതൊക്കെ ക്യാപ്സിലോട്ട് മാറി. ഇതും സ്മോൾ ക്യാപ്സിലോട്ട് മാറി, സ്മോൾ ക്യാപ്സിലോട്ട് മാറി. ഇവിടെ ക്യാപ്സിലുണ്ട്, അത് സ്മോളിലോട്ട് മാറി. അങ്ങനെ കേസസ് വന്നിട്ട് വൈസ് വേഴ്സ രണ്ടും ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. താങ്ക് യു.